ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യെശയ്യാപ്രവചനം അതിൻ്റെ 45-ാം വാക്യം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. കേട്ടു ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ ജനത്തോട് സംസാരിക്കണം. വചനതീവ്രമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ അന്ധകാര ശക്തികൾ മാറട്ടെ. അനേക കുടുംബങ്ങളിൽ ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, എല്ലാ ഭാരങ്ങളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. പൂർണ്ണമായ ഒരു സൗഖ്യത്തെ, ഒരു വിടുതലിനെ കൽപ്പിക്കുന്നു, ഒരു സമാധാനത്തെ കൽപ്പിക്കുന്നു. കർത്താവ് അനേക കുടുംബങ്ങളെ വളരെ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ ഒരു സൗഖ്യത്തെ കൽപ്പിക്കുന്നു, വിടുതലിനെ കൽപ്പിക്കുന്നു. കർത്താവെ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഭാരപ്പെടുന്ന, എങ്ങനെ പഠിക്കും, എങ്ങനെ ഫൈനാൻസ് മേഖല ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിൻ്റെ മേൽ യേശുവിൻ നാമത്തിൽ പുതുവാതികൾ തുറക്കട്ടെ. കർത്താവെ നീ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ ലഭിക്കും? 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ശബ്ദങ്ങൾ, നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചു പറയുക. ലാവണ്യമുള്ള വാക്കുകൾ പുറപ്പെടുവാൻ ഇടവരട്ടെ. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഒന്ന്, നമ്മുടെ വാക്കുകളെ ക്രമപ്പെടുത്തണം. 2, നമ്മൾ ദുശ്ചിന്തയെപ്പറ്റി സംസാരിച്ചു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് നമ്മൾ മറ്റൊരു സബ്ജക്റ്റ് എടുത്തത് ദുശ്ചിന്തയുള്ള സബ്ജക്റ്റാണ്. ദുശ്ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യാത്ത കുറ്റങ്ങൾ അവരെ ആരോപിക്കുക, അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക. അത് അനേകർക്ക് പ്രയാസപ്പെടുത്തുന്ന അനുഭവമാണ്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ മേൽ ഒരുവനെ കുറ്റം ആരോപിക്കുക. അങ്ങനെയുള്ള ചിന്തയായി നടന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമോ? നിൻ്റെ ഹൃദയം ശുദ്ധിയായിരിക്കണം. കാപട്യമായ ഹൃദയമായി വെച്ച് നടന്നാൽ അത് നിനക്ക് അഭിഷേകം നേടുവാൻ സാധിക്കത്തില്ല. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 14 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാ തിന്മയൊന്നും വിശ്വസിക്കുന്നു. ബലഹീനനായ സന്ധ്യകളെ തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നവനെയും വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുവൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? നിൽക്കുന്നതും വിടുവിക്കുന്നവനുമായ
സ്വന്തം യജമാനത്രേ ഞാൻ നിൽക്കുന്നുവെന്നും അവനെ നിൽക്കുന്നുവാൻ കർത്താവിന് കഴിയില്ലയോ? ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസം മാനിക്കുന്നു, വേറൊരുത്തന് സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തരൻ തൻ്റെ മനസ്സിന് ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു. അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നുന്നവൻ കർത്താവിനായി തിന്നിരിക്കുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരും തനിക്കായിട്ട് ജീവിക്കുന്നില്ല, ആരും തനിക്കായിട്ട് മരിക്കുന്നതുമില്ല. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് കർത്താവ് ആകേണ്ടതില്ലല്ലോ. ക്രിസ്തു മരിക്കുകയും ഉയർത്തു ചെയ്യുകയും എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന് ന്യായസ്ഥാനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. കർത്താവിലുള്ളവർ തന്നെ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്ക് കർത്താവ് ആകേണ്ടതല്ലോ. ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തു എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരമേ, സംശയവിചാരങ്ങൾ നമ്മൾ വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിസ്താരത്തിൽ നമ്മൾ നിൽക്കേണ്ടത് വരും. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഇന്ന് അനേക സഭകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സംശയവിചാരങ്ങളാൽ വിധിക്കുന്ന ഒരുപാട് അഭിഷക്തന്മാരില്ല, എന്നാൽ നല്ല ദൈവസ്നേഹമുള്ള അനേക അഭിഷക്തന്മാരെ കാണുവാൻ പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ സഹായിച്ചു. എന്നാൽ ചില അഭിഷക്തന്മാർ സംശയവിചാരങ്ങളിൽ വിധിക്കുന്ന അഭിഷക്തന്മാരെ കാണുവാനിട വന്നു. അവർ ഒരു അഭിഷക്തൻ എളിയ അഭിഷക്തൻ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അത് ഫോക്കസ് ചെയ്ത് വചനമെടുത്ത് സംസാരിച്ച് ആ എളിയ അഭിഷക്തൻ്റെ വാതിലുകൾ അടയ്ക്കുന്ന, ആ എളിയ അഭിഷക്തൻ്റെ അനേക വഴികൾ അടയ്ക്കുന്ന അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണുവാനിട വന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അഭിഷക്തന്മാരെ, നിനക്ക് അഭിഷക്ത അങ്ങയ്ക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ലെങ്കിൽ വാതിലടയ്ക്കുന്ന ഈ പ്രവൃത്തി ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആ എളിയ ദാസൻ്റെ സിറ്റുവേഷൻ എന്താണ്, അവൻ്റെ ജീവിത സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പൊതുസഭയുടെ മധ്യയിൽ ആ എളിയ അഭിഷക്തനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായി, നിന്ദിക്കുന്നതിന് തുല്യമാണ്. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. അവൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ എന്താണ് അത് പരിഹരിക്കുവാൻ? എന്താണ് അഭിഷക്താൻ്റെ ജീവിതത്തിൽ, എന്താണ് സഹോദര നിൻ്റെ ജീവിതത്തിൽ വിഷയം, എന്താണ് സഹോദരി നിൻ്റെ ജീവിതത്തിൽ വിഷയം? അവനെ ഒന്ന് ചേർത്തിണയ്ക്കുവാൻ, അവൻ്റെ വിഷയത്തിനൊന്ന് സംസാരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോട് ദൈവസ്നേഹം തന്നെയാണ്. പലപ്പോഴും നമ്മളത് ചെയ്യാതെ വരുന്ന അഭിഷിക്തനോ അല്ലെങ്കിൽ സഹോദരന്മാരട്ടെ, അവരെ വിധിച്ച് ന്യായസ്ഥാനത്തിൻ്റെ മുന്നിൽ, സഭയുടെ മുന്നിൽ അവനെ വളരെ മോശക്കാരനാക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അനേക സിറ്റുവേഷന് എൻ്റെ ജീവിതത്തിൽ കാണുവാനിട വന്നു. അനേക സഭകളിൽ പോകുന്ന വേളയിൽ ഞാനങ്ങനെ കാണുവാൻ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കട്ടെ. കർത്താവ് അറിയാതെ ആരും നിങ്ങളുടെ സഭയിൽ കടന്നു വരത്തില്ല. ലോകസ്ഥാപനത്തിനു മുന്നേ സർവശക്തനായ ദൈവം ഓരോ വ്യക്തികൾ ഓരോ സഭയിൽ കടന്നു വരണമെന്ന് തമ്പുരാൻ വളരെ കൃത്യമായി കുറിച്ച് വച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ചിന്തയിൽ ചിന്തിക്കുവാൻ സാധിക്കത്തില്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലാണ് നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള ചിന്തയും വിചാരങ്ങളും. ഒരുപക്ഷെ നമ്മുടെ കണക്കുകളിൽ അത് കൂട്ടുവാൻ സാധിക്കത്തില്ല. യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഒന്ന്, നീ ജീവിതത്തിൽ നിൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തണം. രണ്ട്, നിൻ്റെ ജീവിതത്തിൽ ദുശ്ചിന്ത എന്നുള്ള ക്രിയയിൽ നിന്നും
അത് എല്ലാവരും ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് കുലപാതകൻ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രീതിയിലുള്ള കുലപാതകമല്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. അവൻ കള്ളനെന്നാണ് വേദപുസ്തകം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. 1 യോഹന്നാൻ 3 അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പലരും ചിന്തിക്കാം, ഈ വചനങ്ങൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി കേൾക്കുന്ന വചനമാണ്. എന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടണമോ? ഈ വചനം നീ പാലിച്ചെങ്കിൽ മാത്രമേ 100% ഒരു പക്ഷേ നിനക്ക് പാലിക്കുവാൻ പറ്റത്തില്ല. ഒരു 90% അല്ലെങ്കിൽ ഒരു 80% നിനക്ക് പാലിക്കുവാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നിനക്ക് അഭിഷേകം ദൈവം പകർന്നു നൽകത്തുള്ളൂ. ചുമ്മാതെ ഒരു ദിവസം കൊണ്ട് തരുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അഭിഷേകം. അതിന് ദൈവത്തിൻ്റെ വചനത്തെ നീ ജീവിതത്തിൽ ക്രമപ്പെടുത്തി, ഓരോ വചനങ്ങളെയും ക്രമപ്പെടുത്തി കീഴ്പ്പെടുത്തി അതിന്മേൽ ജയം പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ജീവിതത്തിൽ ക്രമപ്പെടുത്തുമ്പോൾ, അങ്ങനെ ക്രമപ്പെടുത്തുമ്പോഴാണ് സ്വർഗം നിനക്ക് അഭിഷേകം പകർന്നു തരുന്നത്. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നിൻ്റെ ജീവിതത്തിൽ സ്നേഹമില്ലെങ്കിൽ നിനക്ക് അനേക സമ്പത്തുകളുണ്ട്, എന്നാൽ നിൻ്റെ സഭയിൽ വരുന്ന വിശ്വാസികൾക്കൊരു നന്മ കൊടുക്കുവാൻ, ഒരു അഭിഷേകത്തിനൊരു നന്മ കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് നന്മ കൊടുക്കുവാൻ നിൻ്റെ മനസ്സിൽ ആ ഒരു സ്നേഹമില്ല, ഒരു വാഞ്ചയില്ലെങ്കിൽ നിശ്ചയമായി വേദപുസ്തകം പറയുന്നു, നീ മരണത്തിൽ വസിക്കുന്നു. ഇന്ന് പുതുജീവനെ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ മാനസാന്തരപ്പെടുവാൻ, നീ എത്ര ഉന്നത വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അഭിഷിക്തനായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മാനസാന്തരപ്പെടുവാൻ. അൻഷേഖലേറിയാസിയ, സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിട്ടില്ല. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെ കാര്യം, നീ സ്നേഹിക്കുന്നവനായി മാറണം. ഒന്ന്, നമ്മൾ പറഞ്ഞത് നമ്മുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് ലാവണ്യമുള്ള വാക്കായിരിക്കണം. 2, ദുശ്ചിന്ത, മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ സാധിക്കണം. 3, സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ, കൂട്ടു സഹോദരന്മാരെ, രക്തബന്ധങ്ങളെ സ്നേഹിക്കുവാൻ സാധിക്കണം. കൊലപാതകനാകുന്നു, നിശ്ചയജീവനിൽ വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തിരിക്കുന്നതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. സഹോദരനു വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഈ ലോകത്തിൽ മുട്ടുള്ള ഒരു സഹോദരനെ കണ്ടിട്ട്, തകർന്നിരിക്കുന്ന സഹോദരനെ കണ്ടിട്ട് അവനെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയല്ല, നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നവനായി മാറുവാൻ സാധിക്കും. അത് ചെയ്യുവാൻ പറ്റത്തില്ലെങ്കിൽ, വലിയ സമ്പത്ത് നിൻ്റെയിലുണ്ട്, നിനക്ക് ചെയ്യുവാൻ മനസ്സില്ലെങ്കിൽ നീ മരണത്തിൽ വസിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ മാനസാന്തരപ്പെടുവാൻ പറയുന്നു. ഈ ലോകത്തിൽ വസ്തുവകയുള്ള ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് ഇതിനാൽ അറിയാം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിനേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും നമ്മുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുമെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്.
അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നത് തന്നെ അന്യോന്യം സ്നേഹിക്കണമെന്നും തന്നെ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സാധിക്കണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഗോഡ് ബ്ലെസ് യു.